Hello, welcome to Akhila's Vlogs and Vlog. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നറിയോ? നമ്മൾ അടുക്കളയിലുള്ള കുറച്ച് നമ്മൾ കളയുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഞാൻ തംബ്നെയിലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെന്ന്. മുളക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യോഗട്ടിന്റെ ഒക്കെ ബക്കറ്റ് ഇല്ല. അങ്ങനത്തെ ഒരുപാടുണ്ട്. ഐസ്ക്രീം ബക്കറ്റ് ആവാം. അങ്ങനത്തെ ആ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പാത്രം. ഷേപ്പ് അതന്നെ ആവണമെന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കണ്ടാൽ വലിയ കൗതുകമാണ്, കളയാനേ തോന്നില്ല. പരമാവധി വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്നത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ എടുത്തു വയ്ക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗിക്കും ചെയ്യും. അപ്പം അങ്ങനെ ഒരു പാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയല്ലേ ഉള്ളൂ. അപ്പം അത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എന്താ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? കണ്ടിട്ട് ഞെട്ടരുത്. എങ്ങനെയുണ്ട്? ഇതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത്. ഇപ്പം എനിക്ക് പാകമുള്ളതൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതിനെ ഫിറ്റായിട്ട് നിർത്തണം. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നൊരു കാര്യം ഉണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻറ്റീരിയർ ആയിട്ട് ഇങ്ങനെ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതിന് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മണ്ണിട്ടിട്ട് ശരിക്കുള്ള പോട്ടായിട്ട് യൂസ് ചെയ്യാം, ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇൻറ്റീരിയർ ആയിട്ട് വീടിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ചെടി വളർത്താനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സാധനങ്ങൾ വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം നമുക്ക്. അപ്പം മുളക് നമ്മൾ ക്രാഫ്റ്റിന് യൂസ് ചെയ്തിട്ട് വേസ്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. മുളകിൻ്റെ ഞെട്ടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെയും അതുപോലെ ഉണക്കമുളകിൻ്റെയും ഞെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോയിലിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചുളിച്ച് ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡിസൈൻ കിട്ടും ഫോയിൽ ചുളിച്ചാൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ നഖം തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളതിങ്ങനെ ചുളിച്ചിട്ട് വിടർത്തിയെടുക്കുമ്പോൾ കീറിപ്പോവാതെ പതുക്കെ സൂക്ഷിച്ച് ചെയ്യുക. വല്ലാതെ ധൃതി പിടിക്കാതെ പതുക്കെ ചെയ്യാം. അപ്പം നമ്മൾ വലുതായിട്ടൊന്നും കൂടെ ചുളിക്കുമ്പോണ്ടല്ലോ വലിയ ചുളിവുകളായിരിക്കും കിട്ടുക. അതിനെ വീണ്ടും നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് അമർത്തി ചുരുട്ടി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെറിയ ചുളിവ് കിട്ടും. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക. നോക്കി ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് ചുരുട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെറിയ നല്ല ഡിസൈൻ കിട്ടും അതിൽ. അപ്പോൾ അങ്ങനെ ചുളിച്ചതിന് ശേഷം നമ്മൾ നിവർത്തിയിട്ട് നല്ലതുപോലെ പരന്ന ഒരു ഷീറ്റ് പോലെ ആക്കി നിവർത്തിയെടുക്കുക. പരമാവധി കീറാതെ നിവർത്തിയെടുക്കുക. എന്തെങ്കിലും ഒരു ഇത്, ഞാൻ അപ്പോൾ അത് ചപ്പാത്തി കോലുകൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് നല്ലോണം അമർത്തി പരത്തുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ചുളിവ് വല്ലാതെ വലിയ മടക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തുക. ഷ്രിങ്കായി പോയിട്ടുണ്ടാവില്ലേ, ചുരുങ്ങിപ്പോയതിനെ നിവർത്തുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഞാനിവിടെ യോഗട്ടിൻ്റെ ഒരു ബക്കറ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഈ വള്ളി നമുക്ക് അതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. നമുക്ക് പോട്ടായിട്ട് മാത്രമേ വേണ്ടുള്ളൂ. വള്ളി വേർപ്പെടുത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അതിനെ കവർ ചെയ്തെടുക്കണം. അതിൻ്റെ ഉൾഭാഗം ഒഴിച്ച് പുറമേ കാണുന്ന ഭാഗത്തെല്ലാം കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ട ലെങ്ത്തിലെടുത്തിട്ട് ഞാനിപ്പോൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ തുടങ്ങി ചെയ്തുകൊണ്ടിരുന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അലുമിനിയം ഫോയിൽ ആകുമ്പോൾ അത്ര പെട്ടെന്ന് ഒട്ടില്ല. നല്ല തിക്കായിട്ടുള്ള ഗ്ലൂ ആണെങ്കിൽ മാത്രമേ ഒട്ടുള്ളൂ. ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഗ്ലൂ ഗൺ കൊണ്ട് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല ഫ്ലക്സ് ഗ്ലൂ, സൂപ്പർ ഗ്ലൂ ഒക്കെ പോലെയുള്ള ഹാർഡായിട്ട് ഉള്ള സാധനങ്ങൾ പെട്ടെന്ന് ഒട്ടുന്ന അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. വൈറ്റ് ഗ്ലൂ ആകുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടാണ്, നല്ല സമയമെടുക്കും. പെട്ടെന്ന് അതിന് വഴുതി പോരും. വഴിക്ക് പോയി അത് നമുക്ക് ഇരട്ടിപ്പണിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ വല്ല നന്നായിട്ട് പവർഫുള്ളായിട്ട് ഒട്ടുന്ന വല്ല ഗ്ലൂവും യൂസ് ചെയ്താൽ അത്രയും നല്ലത്. പിന്നെ വേറെ കുറച്ച് പീസസ് എടുത്തിട്ട് ഇത് ഞാൻ ചുളിക്കുകയല്ല ചെയ്യുന്നത്. ഇതിനെ ഞാൻ പല വീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ആദ്യം ചെറിയൊരു വീതിയിൽ കട്ട് ചെയ്തെടുക്കണു. ദെൻ കുറച്ചും കൂടെ വീതിയിൽ വേറെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. 2 ലെയർ ഉണ്ട് അതിൽ. അത് എണ്ണ ഒന്നും കണക്കാക്കണ്ട. എന്നിട്ട് ഇതിനെ നമ്മൾ വീണ്ടും ചെറിയ റെക്റ്റാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം പല വീതിയിൽ മുറിച്ചതേ നമുക്ക് പല സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പല അളവ് ഫോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നല്ലതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത്, അത് പിന്നെ നമുക്ക് അതിൽ അമർത്താൻ പറ്റാത്തത്ര ഹാർഡായി കിട്ടുന്നത് വരെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനത്തെ ബോളാക്കി എടുക്കുക. അപ്പോൾ വലുതൊരെണ്ണം ഉണ്ടാക്കി ഇത് ചെറിയ പീസാണ് എടുത്ത് വെച്ചാൽ നമുക്ക് ചെറിയ ബോൾ കിട്ടും. അങ്ങനെ പല സൈസിലുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല വലുപ്പത്തിൽ പീസുകൾ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ബോൾസ് ഉണ്ടാക്കി വയ്ക്കുക.
ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ളതുണ്ടല്ലോ വല്ലാതെ അധികം അത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം. പക്ഷേ നമ്മൾ അടിഭാഗം നിരപ്പല്ലാതിരിക്കരുത്. നമ്മൾ പോട്ട് നേരെ വെക്കുമ്പോൾ നേരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അധികം ഫോയിൽ അവിടെ ഇല്ലാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ വക്ക് ഒരേപോലെ ഈവനായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേൽഭാഗമല്ലേ ബാക്കിയുള്ളത്, അവിടെ കൂടെ ഇങ്ങനെ നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ബക്കറ്റിൻ്റെ വൈറ്റ് കളർ എവിടെയും കാണാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ എവിടെയും കാണാത്ത വിധത്തിൽ കവർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ വായ്ഭാഗത്ത് ഉള്ളിലേക്ക്, ഇപ്പോൾ എക്സസ് നിൽക്കുന്ന അത്രയും ഭാഗം ഉണ്ടല്ലോ, അധികം നിൽക്കുന്നത് ഞാൻ ഉള്ളിലേക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പോട്ടിൻ്റെ ബേസ് റെഡി ആയില്ലേ. ഇനി നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ മുളകിൻ്റെ ഞെട്ടിയിൽ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫോയിലിൻ്റെ ബോൾസ് ഉണ്ടല്ലോ, ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ ഉണ്ട ഉണ്ടാക്കിയതാണ് ഞാനിതിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഞെട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് കുറേ വലിയ ഞെട്ടികളും കുറേ ചെറിയ ഞെട്ടികളും ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി ചെറിയ ഞെട്ടികളില്ല എന്നുണ്ടെങ്കിൽ വലിയ ഞെട്ടിയുടെ അറ്റം നമുക്ക് ലെങ്ത്ത് കുറച്ച് അല്ലെങ്കിൽ മുറിച്ച് കൊടുത്തിട്ട് ലെങ്ത്ത് കുറച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഇതുപോലെ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ ബോൾസ് വെച്ചിട്ട് വലുതും ചെറുതുമായിട്ടുള്ള കുറേ പൂക്കൾ പോലെ ഉണ്ടാക്കിയെടുത്തു. ഇനി ഈ ബക്കറ്റിൻ്റെ വള്ളി തന്നെ ഞാനിതിൽ യൂസ് ചെയ്യാമെന്ന് വെച്ചു. അതിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു തണ്ട് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വള്ളി പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ ചുറ്റും ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മുളക് ഞെട്ടിയിലെ ബോൾ വെച്ചില്ലേ, അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിപ്പ് ടാഗ് ഇല്ലേ, സിപ്പ് ടൈ, അതിൻ്റെ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ള കട്ട് ചെയ്ത് കളഞ്ഞ പീസാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിലിങ്ങനെ ഒരു വരവര ഉണ്ടായിരിക്കില്ലേ, അപ്പോൾ ആ വരവരയൊക്കെ നമുക്ക് ആ ടെക്സ്ചർ അതുപോലെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് അവസാനം നമ്മൾ കളർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഞെട്ടികൾ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുരട് ഭാഗത്തേക്ക് നല്ല വണ്ണുള്ള ബോളുകളുള്ള അല്ലെങ്കിൽ വലിയ ബോളുകളും വലിയ ഞെട്ടികളും ആയിട്ടുള്ള പൂക്കൾ പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അറ്റത്തേക്ക് വരുന്തോറും അല്ലെങ്കിൽ മേലേക്ക് വരുന്തോറും നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ഞെട്ടികൾ, ഇനി ചെറുതില്ല എന്നുണ്ടെങ്കിൽ മുറിച്ച് കൊടുത്ത് ചെറുതാക്കിയിട്ട് ചെറിയ ബോൾസുള്ള മുട്ടുകൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് ഇങ്ങനെ ശരിക്കും ഒരു കതിര് പോലെ നല്ല കൂർത്ത് വരുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അതിനുശേഷം വീണ്ടും കുറച്ച് ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് നാല് സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ട് ഇങ്ങനെ ലീഫ് പോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഉണ്ടായിരിക്കില്ലേ, ഫുഡ് കണ്ടെയ്നർ, അതിൻ്റെ അടപ്പാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണമെന്നൊന്നുമില്ല, വല്ല ഇൻവിറ്റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാതെ. എന്നിട്ട് നല്ല ബാക്കിയുള്ള ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തും കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ ഈ വള്ളിയിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ബോൾസ്. അതുപോലെ അത് വലുത് ചെറുത് ഇങ്ങനെ ഓർഡറിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഈ ഒഴിഞ്ഞ ഭാഗത്ത് കുറച്ച് ലീവ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഒട്ടിക്കാനുള്ളതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ മുഴുവനായിട്ടും ബ്ലാക്ക് കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യണം. സ്പ്രേ പെയിൻറ്റ് ആണെങ്കിൽ ഒന്നിലധികം കോട്ട്, ഒന്നല്ല രണ്ടിലധികം കോട്ട് ചിലപ്പോൾ വേണ്ടി വരും. അക്രിലിക് കളർ പെയിൻറ്റ് ഇല്ലേ, പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്താലും മതി. എവിടെയൊക്കെ കവറിങ് ഉണ്ടോ അവിടെ എല്ലാം ഞാൻ ഫില്ല് ചെയ്യാണ്. ഇനി കുറച്ച് ഗോൾഡൻ മെറ്റാലിക് കളർ എടുത്തിട്ട് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വടിച്ച് തുടച്ചു കൊടുക്കുന്നില്ല, ഇങ്ങനെ ടച്ച് ചെയ്ത് അതായത് നമ്മുടെ ആ ബ്ലാക്കിൽ ഫോയിലിൻ്റെ ഒക്കെ ടെക്സ്ചറിൽ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മുടെ മെറ്റാലിക് കളർ വരാൻ പാടുള്ളൂ. ഉള്ളിലെ കുഴികളിലൊക്കെ ബ്ലാക്ക് കളർ അതുപോലെ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു നല്ലൊരു ലുക്ക് കിട്ടും, ആൻറ്റിക് ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്ത് നമ്മളിങ്ങനെ തട്ടി കൊടുത്തിട്ട് എല്ലായിടത്തും നമ്മുടെ ഗോൾഡൻ കളർ ഒന്ന് അപ്ലൈ ചെയ്യുക. ഈ ബോളുകളിലും അതേപോലെ ഞെട്ടികളുടെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളിപ്പോൾ വലിയ സ്പഞ്ച് കഷ്ണമൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെറിയൊരു സ്പഞ്ച് കഷ്ണം അതിനായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വല്ലാതെ ബ്ലാക്കുള്ള സ്ഥലത്തൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് നമുക്ക് കിട്ടും.
എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ളൊരു സ്വഭാവമാണ്. എന്ത് ഇങ്ങനത്തെ നനങ്ങുന്ന സാധനങ്ങൾ കിട്ടിയാലും ഞാൻ കളയാതെ എടുത്തു വയ്ക്കും. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി ഉള്ളു കളയാഞ്ഞത് ഇത് തോന്നും ചെയ്യും. ഇപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാത്ത ആരെങ്കിലും ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചതാണെന്ന് വിചാരിക്കുള്ളൂ. അതിൽ ഒരു സംശയവും ഇല്ല. കാരണം അല്ലെങ്കിലും ഇനിയിപ്പോൾ അഥവാ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാലും ഇത് എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ പിന്നേക്ക് ആലോചിച്ച് നോക്കിയാലോ, ഇതിനായിട്ട് കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ചിലവും നമുക്കിതിൽ ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മൾ കളയാൻ വെച്ച സാധനങ്ങളാണ്. അലുമിനിയം ഫോയിൽ ഇപ്പം ഞാൻ അതിൽ നല്ല പീസ് അതിനായിട്ട് എടുത്തു. ഇനിയിപ്പോൾ അങ്ങനെ ഒരുമിച്ച് കളയാൻ നമുക്ക് മനസ്സ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ ബാക്കി വന്നിട്ട് ഉപയോഗിക്കാതെ നമ്മൾ ചുട്ടി കളയേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അത് കളയാതെ എടുത്തു വയ്ക്കുക. അപ്പം നമുക്ക് അത് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ എന്ത് ആക്രി സാധനം കിട്ടുമ്പോൾ എടുത്തു വെച്ചേക്കുക. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.